നമ്മുടെ അഡ്വഞ്ചർ പാർക്കിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് ചെറിയൊരു വഴിയാണ്. അപ്പോൾ പെട്ടെന്ന് കണ്ണപ്പെടില്ല, ചെറിയ ബോർഡേ ഇവർ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതുവഴി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് അഡ്വഞ്ചർ പാർക്കിലെത്തുക. അവിടെയാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ചേച്ചി ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് ഇവിടെ തന്നെയാണ് എടുക്കുക? എൻട്രൻസും പാർക്കിംഗ് മാത്രമല്ലേ? ഗ്ലാസ് ബ്രിഡ്ജിന്റെ ടിക്കറ്റ് എത്ര വരുന്നത്? അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഇറങ്ങി. ഇവിടെ ഗൂഗിൾ പേ അവർ ആക്സെപ്റ്റ് ചെയ്യില്ല, നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ആളുകൾ താഴെ പാർക്കിങ് പൈസ കയ്യിൽ കരുതാം. അതായത് ഒരു വണ്ടിക്ക് 10 രൂപയും ഒരാൾക്ക് എൻട്രൻസ് ഫീസായിട്ട് 25 രൂപയാണ് വാങ്ങുന്നത്. അപ്പോൾ അത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് കയ്യിൽ കരുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത ശേഷം ഒരു 2 കിലോമീറ്റർ ഉള്ളോട്ടേക്ക് പോകാനുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ക്ലൈമറ്റാണ്, നട്ടുച്ച നേരത്തായിട്ട് കൂടി വളരെ അടിപൊളി ക്ലൈമറ്റാണ്. നല്ല വ്യൂ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഈ മൊട്ടക്കുന്നുകളാണ്, കംപ്ലീറ്റ് ആയിട്ട് മൊട്ടക്കുന്നുകളാണ്. വാഗമണിൻ്റെ സൗന്ദര്യം മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അവസാനം ഗ്ലാസ് ബ്രിഡ്ജുള്ള സ്ഥലത്തെ പാർക്കിങ്ങിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. അത്യാവശ്യം വലിയ ബസ്സുകൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് വഴിക്ക് വന്നാണെന്ന് അറിയില്ല, എന്താണെങ്കിലും ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയിട്ടുണ്ട്, വാഗമണിലുള്ള. അപ്പോൾ ഇവിടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെയാണുള്ളത്. അപ്പോൾ അത് കാണലാണ് മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞത്. പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. അപ്പോൾ എത്ര നേരം ക്യൂ നിൽക്കേണ്ടി വരും എന്നുള്ളത് ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും മുന്നോട്ടേ പോയി നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു എൻട്രൻസിൽ നിന്നും ഏകദേശം ഒരു 300 മീറ്റർ നടന്നാലാണ് ഇവിടുത്തെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനടുത്ത് കഫ്റ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം സ്നാക്സോ മറ്റു ഡ്രിങ്കിങ് കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് മുന്നോട്ടേ പോകുന്നതാണ്. ഈ ഗ്ലാസ് ബ്രിഡ്ജ് ദൂരെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസാണ്. ഊഞ്ഞാലും അതേമാതിരി തന്നെ സിപ്പ് ലൈന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. കുറേ വ്യൂ പോയിൻറ്റ്സ്, വ്യൂ ടവേഴ്സ്, എല്ലാ കാര്യങ്ങളും ഭയങ്കര സെറ്റ് സ്ഥലം തന്നെയാണ്. എന്തായാലും വാഗമൺ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാതിരിക്കുക. അത്യാവശ്യം നല്ലൊരു വൈബ് സ്പോട്ടാണ്. അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൽ ഭയങ്കര തിരക്കാട്ടോ, എന്തൊരു തിരക്കാണ്. ശരിക്കും സൺഡേസിൽ വരരുത്, വേറെ ഏതെങ്കിലും ദിവസം വരണം, ഇത്രയും ആളുകളുണ്ടെന്ന് ഇവിടെ. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണിത്. 250 രൂപയാണ് ഒരാൾക്ക് ചാർജ് ഉള്ളത് കേട്ടോ. ചേട്ടാ കാർഡ് എടുക്കുമോ? ആ ഓക്കെ, കാർഡ് എടുക്കുന്നതാണ്. മൂന്ന് 25 കയറാൻ പറ്റും. ശരി ശരി. ആ അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 2 പേർക്ക് 500 രൂപയായിരുന്നു, 250 രൂപയാണെന്ന്. പക്ഷേ ഇതിൽ നമുക്ക് ടൈം സ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 3:30ക്കാണ് ടൈം കിട്ടിയത്. സമയം പക്ഷേ 1:30 ഉള്ളൂ. ഇനിയുണ്ട് ഏകദേശം 2 മണിക്കൂറോളം. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യണം. അത് ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റില്ല. ഈ സൺഡേസിൽ മാത്രമാണ് ഇത്രയും തിരക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് മൈൻഡിൽ വെച്ച് വെക്കുക. വർക്കിംഗ് ഡേയ്സിൽ പരമാവധി വരാൻ വേണ്ടി ശ്രമിക്കുക. ഈ വീക്കെൻഡ്സ് അതേപോലെ തന്നെ ഹോളിഡേയ്സ് ഒഴിവാക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എക്സ്പീരിയൻസിൽ നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂർ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം. ഫുഡ് കഴിക്കാം, ഇല്ല ഒന്ന് കറങ്ങി അടിക്കാം, ഇത്രയൊക്കെ പറ്റുള്ളൂ. ഓക്കെ ഇത്
അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറാനുള്ള ക്യൂ ആണ് കേട്ടോ കാണുന്നത്. നല്ല തിരക്കുണ്ട് സൺഡേ ആയതുകൊണ്ട്. അപ്പോൾ നമ്മളിവിടെ ക്യൂ നിന്ന് നമ്മളുടെ ഓരോ അലോട്ട് ചെയ്ത സമയത്തിനനുസരിച്ചാണ് ഇതിനകത്ത് നമ്മൾ കയറേണ്ടത്. എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതുവന്ന് അറ്റം വരെ പോകാൻ പറ്റും. അപ്പോൾ അവിടെ ടൈം വെച്ചാണ് ആളുകൾ കയറ്റുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ സമയം 3:25. അവിടെ കയറിയ പാടുന്ന അവർ നമ്മുടെ ഷൂസും കാര്യങ്ങളൊക്കെ അയച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷൂസ് കാര്യങ്ങളൊക്കെ അയച്ച് നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കണം. നഗ്ന പാദങ്ങളോട് കൂടി വേണം നമ്മൾ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഷൂസൊക്കെ അയക്കാം. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ എൻട്രി ആവണായിട്ടില്ല. അവിടെ വേറെ പാർട്ടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുവരെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു നോക്കാം. കൂടുതൽ സ്റ്റാഫാണ്. ചേട്ടാ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് 40 മീറ്റർ ആണ്. ഇതിൻ്റെ ലെങ്ത് വരുന്നത്. തിക്നെസ് വരുന്നത് 45 mm തിക്നെസ് ആണ് വരുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ബ്രിഡ്ജ് ആണ്. ലെങ്ത് 40 മീറ്റർ ആണ്. 40 മീറ്റർ. തിക്നെസ് വരുന്നത് 45 ആണ്. ഗ്ലാസിന്റെ തിക്നെസ് വരുന്നത് 45. ഡെപ്ത് വരുന്നത് 45 അടി ആണ്. ഡെപ്ത് വരുന്നത് ഒറ്റ കാൻഡിലിവർ ആയിട്ടാണ്. ഒറ്റ കാൻഡിലിവർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ബ്രിഡ്ജ് ആണ്. സൗത്ത് ഇന്ത്യയിലെ. അപ്പോൾ നമ്മൾ എവിടെയൊക്കെ ഉള്ളതോ 900 കണ്ടി ഉള്ളതും അതേപോലെ തന്നെ പിന്നെ അത് ചേട്ടാ കാൻഡിലിവർ അല്ല. കാൻഡിലിവർ എന്ന് പറഞ്ഞ ദിവസം അങ്ങനെയല്ലേ നമ്മുടെ ഇതില് റോപ്പിൽ നിൽക്കുന്നത്. അതിന്റെ മുകളിൽ റോപ്പിൽ താങ്ങി നിർത്തും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് ഹെവി റഷാണ്. സാധാരണ തിരക്ക് കുറേ ദിവസങ്ങളിലാണ്. വർക്കിംഗ് ഡേയ്സ് ആണ്. ഇപ്പോൾ എല്ലാ ദിവസവും തിരക്കാം. വർക്കിംഗ് ഡേയ്സിൽ തിരക്കുണ്ടാവല്ലോ. ഇവർ പറഞ്ഞത് വർക്കിംഗ് ഡേയ്സിലും എല്ലാ ദിവസവും ഒക്കെ തിരക്കാണെന്നാണ്. അപ്പം നമുക്ക് മുന്നോട്ടേ പോകണം. ഇനി എപ്പോഴെപ്പോൾ കയറാൻ പറ്റുമോ? സമയം എത്ര സമയം ഉണ്ടാവും? ഇതിൻ്റെ 5 മിനിറ്റ് ആണ്. ഒരു ഗ്രൂപ്പിന് 5 മിനിറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ്. വെയിറ്റിംഗ്. ഓക്കെ, പതുക്കെ അതേ താഴോട്ടൊക്കെ നോക്കി ഫുള്ള് ഗ്ലാസ്സാണ്. അപ്പം മുന്നേ പോയ ടീം ഇറങ്ങി വരുന്നുണ്ട്. എൻ്റെ പൊന്നെ, ഇത് താഴോട്ട് നോക്കാണ്ട് നടക്കട്ടോ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് ചാവും. ഒരു രക്ഷയില്ല. താഴോട്ട് നോക്കി കിടിലൻ. എൻ്റെ പൊന്നു, നിങ്ങൾ നോക്കണം. ഇത് ചെറുങ്ങനെ ആടുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയാ, വല്ലാണ്ട് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. വെറുതെ സ്റ്റേഷനിൽ നിൽക്കല. കാൻഡിലിവർ അല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നെ, എന്താ ഞാൻ പറയട്ടെ, കിടിലൻ എക്സ്പീരിയൻസ്. താഴോട്ട് നോക്ക്. ഇവിടെ ശരിക്കും പറയണം, നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഒരല്പം പേടിയാവും കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ താഴത്തെ ഹൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് ഹൈറ്റിലാണ്. അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ മാത്രമേ ഒരു പേടിയുള്ളൂ. പിന്നെ ഇത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആടി ഒരു ലാഞ്ചലുണ്ട് ഇതിന്. അതും കൂടി ആകുമ്പോൾ ഒരു കിടിലൻ ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് 250 രൂപ കൊടുക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം ഒരു കാര്യമുണ്ട്. പണ്ട് 500 രൂപയാണ് കേട്ടോ. 500 രൂപ അത് കുറച്ചതാണ്. 500 രൂപയാണെങ്കിൽ നഷ്ടമാണ് ഞാൻ പറയും. പക്ഷേ 250 രൂപക്ക് നോട്ട് ബാഡ്. ഹായ്, വേണോ? നമ്മുടെ സമയമായിട്ടുണ്ട്. ഇത് നമ്മുടെ ചേട്ടൻ തിരിച്ചു വിളിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടുത്തെ സമയം കഴിഞ്ഞ് 5 മിനിറ്റാണ് ടൈം പറഞ്ഞ് അത് ഫിനിഷായി. പോകാൻ തോന്നില്ല ഇവിടുന്ന്. പേടിയുണ്ടെങ്കിലും ഒരു എക്സ്പീരിയൻസ് മാരകമാണ്. കുറച്ചും കൂടി സമയം കിട്ടണം. ഒരു 10 മിനിറ്റ് ആയി കിട്ടിയെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. അപ്പോൾ ഇതാണ് വാഗമണിൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ വിശേഷങ്ങളും മറ്റും. ഹോപ്പ് യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാഗമൺ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ മറക്കാതിരിക്കുക. 250 രൂപയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോസ്. ശ്യാം വിശ്വാസ്.